ഹേ ഓൾ, ഞങ്ങളിന്ന് വർക്കല പോവാണ്. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മളിന്ന് വർക്കല പോവാണ്. ഞങ്ങൾ 4 പേരോടെ പോകുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ 2 മക്കളും കൂടെ, നമ്മൾ 4 പേരും കൂടെയാണ് പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ്. നമ്മൾ ഞങ്ങളിപ്പോൾ വർക്കല പോവുകയാണ്. പക്ഷെ പോകുന്ന വഴിക്ക് വല്ല തിന്നാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ കണ്ട കഴിച്ചു. നല്ല അടിപൊളി പട്ടി, പോലെ തന്നെ ഉണ്ട് കാണാൻ. അടിപൊളി അടിപൊളി കണ്ണ്. ഈ കടയിലെ എല്ലാ സാധനങ്ങൾക്കും 7 രൂപ മാത്രമേ ഉള്ളൂ. ചൂടുണ്ടല്ലോ മീനെ, ചൂടിച്ചെടുത്തോ. വേറെ 7 രൂപ കടികളാണ് ഉള്ളത്. എല്ലാ അടിപൊളി കടികളാണ്, ചൂടോടെയുള്ള കടികളാണ്. പിന്നെ എങ്ങനെയുണ്ട്? ഭയങ്കര ചൂടല്ലേ? ലൈവായിട്ട് സാധനങ്ങൾ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുവാണ്. ഭയങ്കര തിരക്കാണ്. $4 രൂപയുള്ളൂ ഉണ്ണിയപ്പത്തിന്. ഓ അടിപൊളി. നമ്മളിതെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ വർക്കലയിലോട്ട് പോവുകയാണ്. ഇവിടെ 7 രൂപയുള്ളൂ കഴിച്ച്, 4 രൂപയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. ഏത്തക്കപ്പം എന്നൊക്കെ പറഞ്ഞു, പഴംപൊരി എന്നൊക്കെ പറഞ്ഞു, ഇത്ര ഉണ്ട്. വലുതും പക്ഷെ ടേസ്റ്റ് ഉണ്ട്. സാധാരണ കടയിലൊക്കെ നമ്മുടെ സ്ഥലത്ത് ഒരു ഇതുമില്ല. പഴങ്ങള് അതിനെ കിട്ടുന്ന പഴമൊക്കെ കാണണം. പച്ചപ്പഴമാണ് കിട്ടുന്നേ. പക്ഷെ ഇത് നല്ല അടിപൊളി കേട്ടോ, അടിപൊളി സ്ഥലം. നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ അടിച്ച് ഇഷ്ടംപോലെ കഴിച്ചു വയററിഞ്ഞു. അപ്പോഴത്തേക്ക് ഇനിയും നമ്മൾ വർക്കലയിലോട്ട് പോവുകയാണ് അല്ലേ? നമ്മുടെ താർ റോസ് കണ്ടു ഗൈസ്. ടാർ റോക്സിനെ കുറിച്ചുള്ള വ്ളോഗും കാര്യങ്ങളും എല്ലാം അല്ലമീൻ കാർസ് വേൾഡ് എന്ന് പറയുന്ന അല്ലമീൻ്റെ ചാനലിലേക്ക് ഇടുന്നതാണ്. പെരിങ്ങള്ളൂരുള്ള ഒരു ഷോപ്പാണിത്. ലൊക്കേഷൻ ഞാൻ പിൻ ചെയ്തേക്കാം. 7 രൂപ മാത്രമേ ഉള്ളൂ. എന്താളല്ലേ? 3 എടുത്തോളൂ. ഭയങ്കര തിരക്കാണ്. ട്രാഫിക് ജാമാ ഭയങ്കരമായിട്ട്. നമ്മളിപ്പോ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ എപ്പോ എത്താനാ? അലമീനെ അടിപൊളിയല്ലേ? ജഡായിപ്പാറ. നമുക്ക് ഒരു ദിവസം അവിടെ പോണം. ജഡായിപ്പാറയില് വ്ളോഗ് ഒക്കെ എടുക്കണം. എവിടെന്നാ ഇതിന്റെ എൻട്രി? ഈ വഴിയാണോ? ഈ സൈഡിൽ കൂടെ കയറി പോന്നേ? അത് ഏത് വഴിയാ പോകുന്നത്? ഈ വഴിയാണ് ഇതിന്റെ എൻട്രിക്ക് വേണ്ടി പോകുന്നത്. നീ ഇല്ലായിരുന്നു? അയ്യോ അടിപൊളിയല്ലേ? നീ ഇവിടെ പോയിട്ടുണ്ടോ? അല്ലമീനെ എന്ത് ഓവർ ആക്ടിങ് ആയിരുന്നു ഇവിടെ പോയപ്പം, വണ്ടർലായിൽ പോയപ്പോ. അയ്യോ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേറിയത് എനിക്ക് ഇപ്പോഴും അത്ഭുതമാണേ. അല്ലേ? ഭയങ്കര അത്ഭുതം. അവൻ വണ്ടർലായിൽ ഏറ്റവും അതിന്റെ പേരെന്നായിരുന്നു ഡെത്ത് ഫാൾ എന്നോ അങ്ങനെ കണ്ടുവാ, ഡെത്ത് വാട്ടർഫാൾ എന്നോ അങ്ങനെ കണ്ടുവാണത്. പക്ഷെ അത് കൊച്ചു പിള്ളേര്, ഇത്രയും പ്രായമുള്ള പിള്ളേര്. ഒരു കൊച്ചുണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു ഒരു കൊച്ചിനെ. നിന്നെക്കാട്ടി ചെറിയ പ്രായമായിരിക്കും. അത് കഴിഞ്ഞപ്പോ അല്ലവീനങ്ങ് പേടിച്ചു. ആണോ? ഏത് പുഴയാ? അയ്യോ വർക്കല രാത്രിയിലാണെങ്കിൽ നമുക്ക് ബീച്ചിൽ കൂടെ നടക്കാമല്ലോ. ഒന്ന് പോയി നോക്കാവില്ലേ? നമുക്ക് വർക്കല പോകുന്ന വഴി ഒരു പുഴയുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് പോയി നോക്കാം. ഈ വഴിയാണ് പോണേ? ഇവിടെ ആയിരിക്കുമല്ലോ. അല്ല മഡിലിട്ടല്ലേ? ഓ അടിപൊളി ഓഫ് റോഡ്. ഇതൊരു ഹിഡൻ സ്പോട്ടാണ്. നമ്മൾ ഓഫ് റോഡ് കയറി ഒരു ഹിഡൻ സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരു പുഴ പോലെ
എന്ത് ചെറിയ വഴിയാ നമ്മളിങ്ങനെ കയറി പോകുന്നത്. ഇതിന്റെ ടാറിട്ട് ഇത്രയും സ്റ്റീപ്പ്, ഇതിന്റെ ചെറിയ റോഡിൽ കൂടാണ് ഞങ്ങൾ പോയത്. സ്റ്റീപ്പാ? കുത്തനെ ആ സ്ട്രെയിറ്റ് 90 ഡിഗ്രി ആംഗിൾ കൂടി എന്നിട്ട് പോയി. സീരിയസ്ലി സീരിയസ് ആയിട്ട് വണ്ടി പോകത്തില്ല. ഞാനങ്ങ് പേടിച്ചു പോയി. അയ്യോ പിടി, ഞാൻ ഇതൊരു ഹിഡൻ സ്പോട്ടാണ്. ഈ ചെറിയ വഴി നമ്മൾ കയറി വന്നു കഴിഞ്ഞിട്ട് ഓ അടിപൊളി വെള്ളച്ചാട്ടം വിത്ത് പുഴ കിടു. ഇത് അടിപൊളിയാട്ടോ, ഇത് വേർത്തിട്ടാണ്. ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ വേണമെങ്കിൽ എൻ്റെ പിൻ ചെയ്തേക്കാം. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? പേരില്ല സ്ഥലം, പേര് ഇതുവരെ നമ്മൾ ഫൗണ്ട് ചെയ്തിട്ടില്ല. പക്ഷെ ആണോ? ആ പക്ഷെ ഒരു അപകട മേഖല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കി ഇപ്പം കൊച്ചു പിള്ളേരൊക്കെ വരുവാണെങ്കിലൊക്കെ സൂക്ഷിക്കണം. മുങ്ങും, പെട്ടെന്ന് മുങ്ങും. അപ്പം നമ്മൾ അകത്തോട്ട് ഇറങ്ങാതിരുന്ന നല്ലതാണ്. അവിടെ കുറേ പേരൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. പാലവും കാണാം നോക്കിയതിന് തൊട്ടായിട്ട്. ഇത് ശരിക്കും അടിപൊളിയാട്ടോ, ഭയങ്കരമായിട്ട് ഇത് റിയലി അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പാലം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാം. അല്ല മീനെ, അടിപൊളി ചുറ്റിനും. ഫുൾ റബ്ബറും കാടാണ് കേട്ടോ. റബ്ബറും കാടിൻ്റെ ചുറ്റിക്കൂടെ നമ്മൾ നടന്നു പോകുന്നത്. പ്ലേസ് ചടയമംഗലത്തിൻ്റെ അടുത്തായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോഴത്തേക്കും ഞാനിപ്പം ഇവിടുത്തെ ലൊക്കേഷൻ വെച്ചിട്ട് ഞാൻ പിൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ. മാത്രം സൗണ്ട് ഒന്ന് കേട്ട് നമുക്ക്. ഫുൾ വേരുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ വേരുകളൊക്കെ ഫുള്ള്. ഇതാ ഈ മരത്തിൻ്റെ വേരാണ് ഇങ്ങനെ സ്പ്രെഡ് ഔട്ടായിട്ടിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ അടുത്തോട്ട് പോകും തോറും നമ്മുടെ വാട്ടർഫോളിൻ്റെ സൗണ്ട് കൂടിക്കൂടി വരുവാണ്. നേച്ചറിൻ്റെ സൗണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് വാട്ടർഫോളിൻ്റെ സൗണ്ടിലോട്ട് പോവാണ്. പ്ലേസ്, പീസ് പ്ലേസ്. വാവ്. ഓ സീൻ. ഒത്തിരി അടിയൊഴുക്കുള്ള സമയത്ത് വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല വെളുവെളാന്ന് നല്ല പതഞ്ഞൊഴുകുക, നല്ല ഒഴുക്കുണ്ട്. എന്താണെങ്കിലും സൂക്ഷിക്കണം. ഭയങ്കര വെള്ളം കൂടുതലാണ്. ഇപ്പം നേരത്തെ ബിലാലൊക്കെ ആണെങ്കിലും വന്നപ്പോഴത്തേക്കും അങ്ങ് ആ ദൂരെ കാണുന്ന കല്ല് വരെയൊക്കെ പോയതാണ്. ഭയങ്കര വെള്ളം കൂടുതലാണ്, അപകടമാണ്. പെട്ടെന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോവുകയാണ് വർക്കലയിലോട്ട്. ഓക്കെ, ലെറ്റ്സ് സീ. Wow, aesthetic place. വാട്ടർഫോളിലോട്ട് ഇറങ്ങാം. ഈ വഴി നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്തിട്ട് ഫോറസ്റ്റിലോട്ട്. പക്ഷെ നമ്മളിപ്പോൾ വർക്കലയിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഡയറക്റ്റ്ലി ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പോകാം. ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടികൾ. പക്ഷേ ഈ ചെടികൾ വളർന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ബാക്കിയുള്ള ചെടികളെ നശിപ്പിക്കുമെന്ന് അറിയാമെങ്കിലും, പക്ഷേ ഈ ഒരു ചെടികളെ എനിക്ക് യെല്ലോ ചെടികളിൽ ഒത്തിരി ഇങ്ങനെ കാണുമ്പോൾ അത് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാറുണ്ട്. നല്ല രസമുണ്ട്.
ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. വണ്ടി എടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇതിന് ചുറ്റും ഒരു മല പോലെയാണ് ഫുള്ള് ഉള്ളത്. എല്ലാം കൂടെ വന്നിട്ട് കാറിൽ ഇരിക്കുമായിരിക്കും. ഓ East at the cliff. Yes. ആൾക്കാരാണ് വന്നേക്കുന്നത്. പാർക്ക് ചെയ്യാൻ ഇടയേ ഇല്ല. ഗ്ലാസ് നമുക്കൊരു പാർക്ക് കിട്ടും. നമുക്ക് ഇനിയും പോയി കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ പറ്റും കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞ സൂര്യാസ്തമിച്ചു 6:45 നമുക്ക് സസ്പെൻസ് എന്നാണോ? ഓ മൈ ഗോഡ്, സൺസെറ്റ് കാണാൻ ടൈമുണ്ട്. വാവ്, അലമീൻ ഫസ്റ്റ് ടൈമാണ് വർക്കല ക്ലിഫിൽ വരുന്നത്. പിന്നെ ആദ്യമായിട്ടല്ലേ വർക്കല വരുന്നത്? നല്ല ഭംഗിയുണ്ട് കാണാൻ. അത്ര 100 രൂപ. ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ബീച്ചിലെ വ്യൂ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നേക്കുവാണ്. ഇപ്പോൾ ക്ലിഫിലെത്തിയിരിക്കുകയാണ്. ഇവിടെ അടിപൊളി കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രീം ക്യാച്ചറും ഇവിടുത്തെ ഈസ്തറ്റിക് ആയിട്ടുള്ള ഡ്രസ്സസും കാര്യങ്ങളൊക്കെ. ഇവിടെ കുറേ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അടിപൊളി ആംബിയൻസുള്ള ഷോപ്പാണിത്. എവിടെ മഴയൊക്കെ അല്ലേ, ഇപ്പൊ ഫുൾ വിഷയവാ. ഫിഷും കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ വെച്ചേക്കാണ്. നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ്. ബീച്ചിൻ്റെ ചുറ്റും നമ്മൾ ക്ലിഫിൽ നിന്നിട്ട് ഉള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സൺസെറ്റൊക്കെ കണ്ടു. ഇതിനുശേഷം നമ്മൾ താഴോട്ട് പോവാണ്. താഴോട്ട് നമ്മൾ ക്ലിഫിലോട്ട് ഷോപ്സൊക്കെ ഉള്ള സ്ഥലത്തെ എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്തേക്കുവാണ്. നല്ല രസമുണ്ടല്ലേ അത്. ഇത് നോവീല കഫേ. കയറുന്നോടെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, നമുക്ക് വേറെ സ്ഥലത്ത് പോകത്തില്ലേ? കമോൺ, ദിസ് ഇസ് ലൈക്ക് എ സ്ട്രീറ്റ്. അടിപൊളിയായിട്ടുണ്ട്. ഒരു ഈസ്തറ്റിക് ആയിട്ടുള്ളൊരു സ്ട്രീറ്റ്. കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. വാവ്, നോക്കിയാണ് അടിപൊളിയില്ലേ. എനിക്കിഷ്ടപ്പെട്ടു. ഫുള്ള് വേസ്റ്റൊക്കെ വിട്ടേക്കുവാന്ന് തോന്നലടാ. ഭയങ്കരമായിട്ട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുവാ. ഇതിലേക്ക് നോക്കിയിരിക്കുകയാണ് ഗൈസ്. അയവിറക്കുവാണ് മെമ്മറീസ്. ബീച്ചിലെത്തിയിരിക്കുകയാണ്. കുറച്ച് പീസായിട്ട് ഇവിടെ ഇരിക്കാം കുറച്ച് നേരം. നല്ല രസമുണ്ട് ഇവിടുത്തെ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ചാൽ ഈ ഒരു വെള്ളം കെട്ടിക്കിടക്കുന്നത്, വേസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല മണമാണ് ഈ വഴി വരുമ്പോഴത്തേക്കും. അതൊരു ബാഡാണ്. അതൊന്ന് വൃത്തിയാക്കുവാണെങ്കിലൊക്കെ നല്ലതായിരിക്കും. നമ്മളങ്ങനെ ബീച്ചിലൊക്കെ പോയി. വർക്കല ബീച്ചിൽ താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ കയറി വരുമ്പോൾ ഭയങ്കര വിഷയമാണ്. നമ്മളിനി പോയി തിരിച്ച് വീട്ടിലേക്ക് പോവാം. പിന്നെ വീട്ടിൽ ചെന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ ഓൾറെഡി പഴംപൊരിയും എന്തെല്ലോ ഒക്കെ അകത്താക്കി. ഇനി അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോയി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അതേ ബാക്കി ബിലാലും അല്ലമീനൊക്കെ വണ്ടി കയറി. നമ്മുടെ താർ റോക്സ് കിടക്കുന്ന കണ്ടോ. അല്ലമീൻ ആദ്യമേ ഫ്രണ്ട് സീറ്റ് കയറി പിടിച്ചിട്ട് അവൻ ആദ്യമേ പോയി ഇരിപ്പുണ്ട്.
കള്ളൻ. ഇറങ്ങടാ ഇറങ്ങടാ. നീ ആദ്യമേ കയറി ഇരുന്നല്ലേ. അപ്പൊ നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഒത്തിരി ഫുഡ് കഴിച്ചു. അവിടെ കയറിയതാ പഴംപൊരി കടയിലൊക്കെ കയറി ഒത്തിരി ഫുഡ് കഴിച്ചു. നമ്മൾ വയറൊക്കെ നിറഞ്ഞ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇരിക്കുകയാണ്. അപ്പം ഇനി നേരെ വീട്ടിൽ പോവാണ്. അപ്പൊ ഇനി ഇതുപോലുള്ള ഒത്തിരി വീഡിയോസും കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അല്ലമീൻ്റെ കാസ് വേൾഡും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.